എന്താ പറയുക, ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ എന്ത് ചെയ്യും, ഫേസ്ബുക്കിലൊക്കെ ഓരോരുത്തർ ഓരോ മരുന്ന് പറയും, ഓരോ ആശയങ്ങൾ പറയും, കുറേ മോട്ടിവേഷൻ പറയും, കുറേ ടിപ്സുകൾ പറയും, കുറേ കേൾക്കാൻ രസമുള്ള വർത്തമാനങ്ങൾ പറയും. സ്വീകരിക്കണോ? ഈ പറഞ്ഞ ആളാരാ? ഇയാളുടെ ഐഡന്റിറ്റി എന്താണ്? പഠിച്ചിട്ടുണ്ടോ? വിവരമുള്ള ആളാണോ? റിസർച്ച് ചെയ്യുന്ന ആളാണോ? കാര്യങ്ങളെ അവധാനതയിൽ കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആളാണോ? അല്ല മൂപ്പര് കേട്ട് പഠിച്ചിട്ട് യൂട്യൂബിനെ ആൾ കിട്ടാൻ വേണ്ടി, വ്യൂവേഴ്സിനെ കിട്ടാൻ വേണ്ടി ആരുടെയെങ്കിലും പറഞ്ഞടിച്ചു മാറ്റി പറയണോ? ഇയാൾക്കിത് പറയാനുള്ള യോഗ്യതയുണ്ടോ? മനുഷ്യൻ നോക്കണം. ഏറ്റവും വലിയ ഇന്ന് അറിയേണ്ട ഇൽമുകളിൽ വലിയൊരു ഇൽമ് അതാണ്. എന്ത് പറഞ്ഞു എന്നതല്ല, ശരീഅത്തിലെ വലിയൊരു വിഷയവും അതാ. എന്ത് പറഞ്ഞു എന്നതല്ല, ആര് പറഞ്ഞു എന്നതാണ് വിഷയം. ദീനിന്റെ വിഷയം കേട്ടോ, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ എടുത്തോ? ദീനിന്റെ. അതുകൊണ്ട് ഹദീസിലൊക്കെ അങ്ങനെ വരാൻ കാരണം, ഹദീസൊക്കെ ഒരു മനുഷ്യൻ ജീവിതത്തിൽ കളവ് പറയുകയോ അല്ലെങ്കിൽ ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു സ്വഭാവം ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണെങ്കിൽ പോലും ആ മനുഷ്യന്റെ റിവായത്തിലൂടെ വരുന്ന ഹദീസ് ദഈഫാന്നാ പറയാ. ഒരു ഹദീസിന് ഒരുപാട് ചെയിനുകൾ ഉണ്ടാകാം. ഇപ്പം ഞാനൊരു ഹദീസ് പണ്ഡിതനെ വിചാരിക്കുക, എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, ഇപ്പോൾ ഹാരിസ് സാഹിബ് മുതൽ ബേക്കുന്ന മുഹമ്മദ് സാഹിബ് മുതൽ ബേക്കോട്ട് ഇങ്ങനെ പോയിട്ട് നബിതങ്ങളിലേക്ക് എത്തുന്നു എന്ന് സങ്കല്പിക്കുക. ഒറ്റ ഹദീസ് ഇങ്ങനെ പോകുന്നു, ഇവിടുന്ന് ഇബ്രാഹിം വഴി അങ്ങനെ ഒരു ഇവിടുന്ന് മഅറൂഫ് ഭായ് ഇങ്ങനെ പോകുന്നു, ഇവിടെ നമ്മുടെ നിയാസ് ഭായ് ഇങ്ങനെ പോകുന്നു. ഈ ഒരു 4 ആളുകളിലൂടെ പോകുന്നതും അവസാനം മുത്തുനബിതങ്ങളുടെ സദസ്സിലേക്ക് എത്തുന്ന ഒരു റിവായത്ത ചൈന എന്ന് വിചാരിക്കുക. ഇതിലെയും പോകുന്നു, ഇതിലൊക്കെ പോകുന്നു, ഇങ്ങനെ പോയിട്ട് ലാസ്റ്റ് വരുന്ന ഒരു റിവായത്ത്, ആ റിവായത്തായിരിക്കും ബുഖാരി ഇമാമിന് കിട്ടുക. സ്വഹീഹാൻ മുമ്പ് പരിശോധിച്ചുകൊണ്ട് പറയും. ഇപ്പുറത്ത് ഇമാം മുസ്ലിം തങ്ങൾ പറയും സ്വഹീഹാണെന്ന് പറയും. ഇപ്പുറത്തുള്ള ആലിമീങ്ങൾ, ഇപ്പുറത്തുള്ള ആളുകളെ മൊത്തം പരിശോധിക്കും. സ്വഹാബി വരെയുള്ള ആളുകളെ എങ്ങനെയായിരുന്നു ഇവരൊക്കെ പറയുന്ന ഒരേ ഹദീസാ. ഈ ചെയിനിൽ കിടക്കുന്ന ഓരോരുത്തരും പറയുന്നത് ഒരൊറ്റ ഹദീസാണ്. ഉദാഹരണം പറയാ, യസ്സിറു വലാ തുഅസ്സിറു ബശ്ശിറു വലാ തുനഫിറു. ഉദാഹരണം പറയാം, യസ്സിറു വലാ തുഅസ്സിറു ബശ്ശിറു വലാ തുനഫിറു എന്ന് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറഞ്ഞു എന്നത് സത്യമാണെന്ന് ഇവിടെ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കട്ടോ. 2 ഇമാമിയങ്ങൾ ഉറപ്പിച്ചു വെച്ചു. അവർക്ക് കിട്ടുന്ന ചെയിൻ ഓഫ് നരേറ്റേഴ്സ് എല്ലാവരും ട്രൂത്ത്ഫുൾ ആൻഡ് ഓണസ്റ്റ്. അതുകൊണ്ട് ആ ചെയിൻ ഓഫ് നരേറ്റേഴ്സ് സ്ട്രോങ് ആണ്. ഹദീത്ത് സ്ട്രോങ് ആണെന്ന് പറയും. ഹദീത്ത് സ്വഹീഹാണ്. തൊട്ടിപ്പുറത്തേക്കെത്തി ഈ MT ചെയറിൽ ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇയാൾ വഴി പോകുന്ന ഒരു വിഷയത്തിൽ ഈ ചെയറിലോ തൊട്ട് ബാക്കിലെ MT ചെയറിലോ ഇരിക്കുന്ന മനുഷ്യൻ, ഭാഗ്യത്തിനോട് ആരും ഇല്ലാണ്ട് കിട്ടിയത്, എൻ്റെ ഓലിയായിപ്പോലെ ഇന്നയാളെ റബ്ബേ പറയണത് വൈഫ്. ആ 2ാമത്തെ ചെയറിലിരിക്കുന്ന മനുഷ്യൻ എവിടെയോ കളവ് പറഞ്ഞ മനുഷ്യനാണ്. അല്ല, അദ്ദേഹത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് എന്ന് ബോധ്യപ്പെട്ടു. അദ്ദേഹം പറയണത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്സിറു വലാ തുഅസ്സിറു ബശ്ശിറു വലാ തുനഫിറു. ഈ ഹദീസ് ദഈഫാണെന്ന് പറയാം ആലിമീങ്ങൾ. ഇപ്പുറത്തോ അതേ സാധനം സ്വഹീഹാണ്, അതേ ഹദീസ് സ്വഹീഹാണ്, അതേ ഹദീസ് ഹസനാണ്. അങ്ങനെ വരാം. അപ്പോ ആര് പറഞ്ഞു എന്നതാ വിഷയം. ആ ഹദീസ് ഉറപ്പല്ലേ? അത് ഇവിടെ നിന്ന് സ്വഹീഹായ സാധനം ഇപ്പുറത്ത് ഇയാൾ പറയുമ്പോൾ അത് ശരിയാണെന്ന് ഉറപ്പല്ലേ? ഉറപ്പ് തന്നെയാണ്. പക്ഷെ ഈ സനദിലൂടെ വരുന്ന ഈ ഹദീസ് അത് ദഈഫാണ്. ഈ സനദിലൂടെ വന്നത് സ്വഹീഹാണ്. തങ്ങൾ ഈ ദഈഫായ ഹദീസിനൊന്നും തങ്ങൾ പറഞ്ഞിട്ടില്ല എന്നൊന്നും അർത്ഥമല്ല അതിന്. ആ കൊണ്ടുവന്നതിൽ സനദിൽപ്പെട്ട ആർക്കോ പ്രശ്നമുണ്ടെന്നതിന് അർത്ഥമുള്ളൂ. അല്ല, തങ്ങൾ പറയാത്ത ഹദീസൊന്നുമല്ല ദഈഫ് എന്ന് പറഞ്ഞാൽ. അത് ഇപ്പുറത്ത് വേറെ ഇമാമിൻ്റെ അടുത്ത് സ്വഹീഹായിരിക്കും. അബൂദാവൂദ് തങ്ങൾക്ക് ദഈഫാണ്, പക്ഷെ ഇപ്പുറത്ത് ഇബ്നു മാജ തങ്ങൾ സ്വഹീഹാന്ന് പറഞ്ഞു. അങ്ങനെ വരാം. ഇമാം ബൈഹഖി തങ്ങൾ സ്വഹീഹാന്ന് പറഞ്ഞു, ഇമാം ഇബ്നു ഹിബ്ബാൻ തങ്ങൾ പറഞ്ഞു അത് ദഈഫാണ് അല്ലെങ്കിൽ ഹസനാണ്. ഇങ്ങനെ തിർമിദി ഇമാം ഹസൻ എന്ന് പറഞ്ഞ കാറ്റഗറി കൊണ്ടുവരുന്നത് ധാരാളമായിട്ട്. അപ്പോൾ ഹദീസുകൾ പോലും ഇങ്ങനെ ആലിമീങ്ങൾ പറയാൻ കാരണം ആര് പറഞ്ഞു എന്നത് വലിയ വിഷയമാണ്. എന്തു പറഞ്ഞു എന്നതിനപ്പുറം ആരാ പറയുന്നത്. അപ്പം അതുകൊണ്ട് സോഴ്സ് അതിനതിന് യോഗ്യതയുള്ളവരാണോ? അതുകൊണ്ട് ആദ്യമായി ഫറവയോട് പറയേണ്ടത് നിങ്ങളുടെ റിസാലത്തിനെ നിങ്ങൾ ബോധിപ്പിക്കണം. ഇന്നാ റസൂല റബ്ബിക്, ഞങ്ങൾ റസൂലുമാരാണ്. ഇത് ഫറവ നിനക്ക് ബോധിച്ചു കഴിഞ്ഞാൽ, ഒരു റസൂൽ എന്ന് പറയുന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുന്ന ഇൻസ്പിറേഷൻ, അല്ലാഹു നൽകുന്ന റെവലേഷൻ മാത്രമേ അവർ സംസാരിക്കുകയുള്ളൂ. അവർക്ക് അസാധാരണമായ കഴിവുള്ളവരാണ്. അവർ സത്യസന്ധരായിരിക്കും. അവർ ആ സമൂഹത്തിലെ ഏറ്റവും നല്ല മനുഷ്യരായിരിക്കും.
ഏറ്റവും നല്ല സ്വഭാവ ഗുണമുള്ള ആളുകളായിരിക്കും. അവരിൽ എക്സ്ട്രാ ഓർഡിനറി സ്കിൽസ് അള്ളാഹു നൽകിയിട്ടുണ്ടായിരിക്കും, അവർക്ക് മുഅ്ജിസത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കാം. അങ്ങനത്തെ ഒരാളാണ് എന്നോട് സംസാരിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടാൽ ബാക്കിയെല്ലാം അവിടെ മാറ്റിവെക്കണം. പിന്നെ ആ പറയുന്നത് സത്യമാണ്, ആ പറയുന്ന ആള് ചില്ലറക്കാരനല്ല എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. പിന്നെ അവിടെ ഇനി പറയുന്ന വിഷയങ്ങൾക്ക് തെളിവ് വേണ്ട. തെളിവ് എവിടെ വേണം? ഇത് റസൂല് തന്നെയാണോ എന്നതിന് തെളിവ് വേണം. അതുകൊണ്ട് നുബുവത്തും ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആദ്യം നമ്മൾ അറിയേണ്ടത് ആരെയാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ സംബന്ധിച്ച് ഈ ഉമ്മത്തിന് പഠിക്കണം, അവസരം ഉണ്ടാക്കണം. റബീഉൽ അവ്വലിന്റെ അവസരങ്ങൾ വരുമ്പോഴേ വെറുതെ ഒച്ചപ്പാടുണ്ടാക്കി അത് വിദ്യാച്ചാണ് അങ്ങനെ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിക്കണം. മിനിമം കുട്ടികളെങ്കിലും ഇത് ആരുടെ മൗലിദ? മുത്തുനബിയുടെ മൗലിദ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ പേര് പറയപ്പെട്ടു. എന്നേ ജനിച്ചത് ഇന്ന ദിവസം മക്കയിൽ. തങ്ങൾ എന്തേ ചെയ്തത്? അത് കേൾക്കാനും കാണാനും ഒക്കെ അവസരങ്ങളുണ്ടാവുക. അതിനെ സംബന്ധിച്ച് കുട്ടികൾ പ്രസംഗിക്കുകയാണ്, തങ്ങളുടെ മൗലിദ പാരായണം ചെയ്യുക, തങ്ങളുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. തങ്ങളെ പരിചയപ്പെടാൻ ഒരു അവസരം കിട്ടിയോ ഇല്ലയോ? കിട്ടിയില്ലേ? ഇനി അതും ഇല്ലയെന്ന് വിചാരിക്കുക. കൊല്ലം മുഴുവൻ ഇങ്ങനെ ഉറങ്ങി തീർത്തിട്ട് എന്താ കാര്യം? തങ്ങളെ ഓർക്കാനൊരവസരം കിട്ടാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. എപ്പോഴും ഓർക്കേണ്ടവരാ നമ്മൾ. പക്ഷേ നമ്മുടെ സമൂഹത്തിന് അവസരങ്ങളില്ല. അവർക്ക് പന്ത് തട്ടുന്നവരെ സംബന്ധിച്ച് അറിയുന്നുണ്ട്, അവരുടെ ബർത്ത്ഡേ അറിയാം, അവരുടെ സ്കോറുകൾ അറിയാം, അവരുടെ സ്റ്റാറ്റസ് അറിയാം, അവരുടെ പേയ്മെൻറ്റ് എത്രയാണെന്ന് വരെ അറിയാം, അല്ലേ? എല്ലാം അറിയാൻ അവസരമുണ്ട്. മുത്തുനബി ഞങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാൻ ഏത് അവസരമുണ്ടോ അവിടെ നമ്മളത് ഇടപെടണ്ടേ. അതുകൊണ്ട് ആലിമീങ്ങൾ പറയും, അഹ്ലുസുന്നയുടെ ആലിമീങ്ങൾ പറയാറുള്ളത്, ഹബീബായ തങ്ങളുടെ മൗലിദ് പാരായണവും തങ്ങളുമായി ബന്ധപ്പെട്ട തങ്ങളുടെ മനാഖിബുകളും മൗലിദിന്റെ സമയങ്ങളിൽ പറയൽ ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ വാജിബായിരിക്കും. സുന്നത്തൊന്നല്ല പറയാം, വാജിബാണ്. എന്തുകൊണ്ട്? തങ്ങളെ അറിയാനുള്ള അവസരം നമ്മൾ സൃഷ്ടിച്ചേ പറ്റൂ. കാരണം തങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാതെ പോകുന്നൊരു അവസ്ഥ വരുന്നുണ്ട്. യുവജനങ്ങൾക്കെങ്കിലും എപ്പോഴും പറയുന്നവരും ദീനസ ജീവിക്കുന്നവരും അവരെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. അല്ലാത്തൊരു വലിയൊരു പൊതുസമൂഹമില്ലേ നമുക്ക് ചുറ്റും? ആ ആളുകൾക്ക് ഹബീബിനെ അറിയാനൊരു അവസരം കൊടുക്കല്ലേ. തങ്ങളെ അറിയാതെ എങ്ങനെ ദീൻ മനസ്സിലാവുക? തങ്ങൾ റസൂലാണെന്ന് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ ഇസ്ലാം സത്യമാണെന്ന് ബോധ്യപ്പെടുള്ളൂ. തങ്ങൾ റസൂലാന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഖുർആൻ ഹക്കാണെന്ന് ബോധ്യപ്പെടും. അങ്ങനെ ഖുർആന്റെ ഇജാസ് മനസ്സിലാവും. ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റിസാലത്താണ്. അത് ബോധ്യപ്പെടണമെങ്കിൽ ഇത് ആര് പറഞ്ഞു, ആരാ കൊണ്ടുവന്നത്, അതറിയണ്ടേ. ലോകത്ത് ഏത് മതവിശ്വാസങ്ങളിലാണ് ഇങ്ങനൊരു സിസ്റ്റം ഉള്ളത്? എവിടുന്ന് കിട്ടി? വിശുദ്ധ ഖുർആൻ മുതവാത്തിറാണെന്നാണ്. ഓരോ ഹർഫും മുതവാത്തിറാണ്. മുതവാത്തിർ എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റാത്ത വിധം ആയിരക്കണക്കിന് ആളുകളിലേക്ക് ഒരുമിച്ച് കൈമാറ്റം ചെയ്തു പോന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഒരാൾ പറഞ്ഞു കൊടുത്തതല്ല എന്നാ, ഒരാൾ ഓതി കൊടുത്തതല്ല എന്നാ, ആയിരക്കണക്കിന് ആളുകൾ. അതിനാ മുതവാത്തിറായ സംഭവം എന്ന് പറയാം. ഖുർആനിന്റെ ഓരോ ആയത്തും ഓരോ ഹർഫും തവാത്തുറുള്ളതാണെന്നാണ്. തലമുറകളിലേക്ക് കൈമാറിയതാണ്. വ്യക്തികളിലേക്കല്ല, സമൂഹം സമൂഹത്തിലേക്ക് കൈമാറ്റം ചെയ്തതാണ്. അത് എവിടുന്ന്? അതിന്റെ ഒറിജിൻ ആരാ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്കിത് എവിടുന്ന് കിട്ടി? തങ്ങൾ ആരായിരുന്നു? തങ്ങൾ കളവ് പറഞ്ഞിട്ടുണ്ടോ? തങ്ങളുടെ ജീവിതത്തിന്റെ വിശുദ്ധി എന്തായിരുന്നു? ഇത് പഠിച്ചാലല്ലേ തങ്ങൾ കൊണ്ടുവന്നത് സത്യമായും വിശ്വസിക്കണം എന്ന് മനുഷ്യന് ബോധ്യപ്പെടുള്ളൂ. അത് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് പറയുന്ന പിന്നെ ക്വസ്റ്റ്യൻ ഇല്ല. പിന്നെ അവിടെ ക്വസ്റ്റ്യൻ ഇല്ല. ക്വസ്റ്റ്യൻ വരുന്നത് തങ്ങളുടെ റിസാലത്ത് ബോധിക്കേണ്ട സമയത്ത് മാത്രമാണ്. അത് ബോധിച്ചു കഴിഞ്ഞോ, സമിഅനാ വ അത്വഅനാ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു റബ്ബേ. അതുകൊണ്ടാണ്